So good morning to all. സിഒയുടെ മൊഡ്യൂൾ 4ന്റെ കൺട്രോൾ ഓർഗനൈസേഷൻ നമ്മൾ പാർട്ട് 1 കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാർട്ട് 2 ആണ്. പാർട്ട് 2 നമ്മൾ ഓരോരോ ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ കുറെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കാര്യവും സീക്വൻസ് ടെസ്റ്റിന്റെ കാര്യവും PLA കൺട്രോളിന്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇനി അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്, പാർട്ട് 2 ആണിത്. സോ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ഇന്ന് പഠിക്കാൻ പോകുന്ന വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ് ആണ്. എങ്ങനെയാണ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ് എങ്ങനെയാണത് ഓർഗനൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സീക്വൻഷ്യൽ കൺട്രോൾ ലോജിക്, എങ്ങനെയാണ് അതിന്റെ ഡിസൈൻ പാർട്ട്, ഇതൊക്കെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ എങ്ങനെയാണ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത് നോക്കാം. So one flip-flop per state method. This method uses one flip-flop per state in the control sequential circuit. ഇതിലൊരു വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഇതാണ് അതിന്റെ ഡിസൈൻ പാർട്ട്. ഇവിടെ ഒരു ഡിസിഷൻ ലോജിക് ഉണ്ടാവും, അതേപോലെ ഇതാ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്, ടി വെച്ചിട്ടുണ്ട്, അതുപോലെ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. എ സിംഗിൾ ബിറ്റ് ഇസ് മെയ്ഡ് ടു പ്രൊപ്പഗേറ്റ് ഫ്രം വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു ദ അതർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡിസിഷൻ ലോജിക്. ഡിസിഷൻ ലോജിക്കിന്റെ കൺട്രോൾ ആണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് മറ്റുള്ളവർക്ക് നമ്മുടെ ഈ സിംഗിൾ ബിറ്റ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. ഇൻ സച്ച് എൻ അവേ ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് റിപ്രസെന്റ്സ് എ സ്റ്റേറ്റ് ആൻഡ് ഇസ് ആക്ടിവേറ്റഡ് ഓൺലി വെൻ ദ കൺട്രോൾ ബിറ്റ് is transferred to it. In this method, maximum number of flip-flops were used. Example, a sequential circuit 12 states requires a minimum of 4 flip-flops. 12 states require in the sequential circuit and എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വരും? 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരും. അതേപോലെ 12 ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്കിലും യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കൺട്രോൾ സർക്യൂട്ട് യൂസസ് 12 ഫ്ലിപ്പ് ഫ്ലോപ്സ്, 1 for each state. The advantage of this method is the simplicity with which it can be designed. ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസൈനിങ് പാർട്ടാണ്. ഇതിന്റെ ഡിസൈനിങ് പാർട്ട് വളരെ സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. This type of controller can be designed by inspection from the state diagram that describes the control sequence. This also offers other advantages like savings in design effort, an increase in operation simplicity, and a potential decrease in the combination circuits required to implement the complete sequential circuit. ഒരു കംപ്ലീറ്റ് സീക്വൻഷ്യൽ സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കോംപ്ലിക്കേഷൻ ഈ സർക്യൂട്ടിൽ, കാരണം ഇത് വളരെ ഡിസൈൻ വളരെ സിമ്പിൾ ആണ്. അതേപോലെ ഇതിന്റെ ഓപ്പറേഷൻസ് ആയാലും എല്ലാം വളരെ സിമ്പിൾ ആൻഡ് ഭയങ്കര പൊട്ടൻഷ്യൽ ഡിക്രീസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ആൻഡ് പൊട്ടൻഷ്യൽ ഡിക്രീസ് ഇൻ ദ കോമ്പിനേഷൻ സർക്യൂട്ട് ടു റിക്വയർ ടു ഇംപ്ലിമെന്റ് ദ sequential circuit. This disadvantage is that this method would increase system cost since more flip-flop. ഇതിൽ ഒരുപാട് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യേണ്ടി വരും. കണ്ടില്ലേ, എത്രത്തോളം നമുക്ക് ഇൻപുട്ട് വരുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ആവശ്യവും അവിടെ കൂടുന്നുണ്ട്. സോ ഫ്ലിപ്പ്